ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്, മാങ്ങ പൊരിച്ചത്. അപ്പോൾ ഈ അടിപൊളി മാങ്ങ പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. പുളിയില്ലാത്ത മാങ്ങ വേണം കേട്ടോ എടുക്കാൻ. പിന്നെ എനിക്ക് കോൾഡാണ്, അതുകൊണ്ട് സൗണ്ടിൽ ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലാണ് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നാരുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ, നല്ല ഫ്ലഷി ആയ മാങ്ങ വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി മാങ്ങ പൊരിക്കാനുള്ളൊരു മാവ് റെഡിയാക്കണം. അതിനു വേണ്ടി 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പഴംപൊരിക്കൊക്കെ മിക്സ് ഉണ്ടാക്കി എടുക്കൂലേ, ആ ഒരു പരുവത്തിലുള്ള മിക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കെട്ടാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കാരണം. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള മാങ്ങ പൊരിച്ച സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് പുറമേ നല്ല ക്രിസ്പി ആണെങ്കിൽ അകത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. പുളിയുള്ള മാങ്ങ എടുക്കരുത്, അതുപോലെ ഒരുപാട് നാരുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സ്നാക്കിന്റെ ടേസ്റ്റ് ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.